സൂറത്തുൽ അഹ്ഖാഫിൽ നിങ്ങൾ ഓതി വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്ത വ്യക്തികളെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിടച്ചവൻ ആരാണ് എന്ന് നിങ്ങൾ ഓതി പല സ്ഥലത്തും ഓതാറുണ്ട്, പറയാറുണ്ട്, പ്രചരിപ്പിക്കാറുണ്ട്. ഇസ്തിഗാസ ശിർക്കാണെന്നതിന് ഞാൻ ചോദിക്കുന്നു, എന്റെ ചോദ്യം ഇതാണ്. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഇബ്നു തൈമിയ്യ പറയുന്ന ഭാഗമാണ് ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്തത്. അലൈക അൻ തഅലമ, നീ കൃത്യമായി മനസ്സിലാക്കണം, അന്ന ഇജാബത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹാഉലാഇ സായിലീന, നബിയോട് ചോദിച്ച ആളുകൾക്കെല്ലാം വഫാത്തിന് ശേഷമാണ് ചർച്ച കേട്ടോ, അത് ഇൻഷാ അല്ലാഹ് ശേഷം പറയും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച ആളുകൾക്കെല്ലാം നബി ഉത്തരം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടോ ലിഹാഉലാഇ സായിലീന ലാ തദുല്ലു അലാ ഇസ്തിഹ്ബാബി സുആലി, മൂപ്പരുടെ വിഷയം അതാണ്. അത് ചോദ്യം സുന്നത്താണെന്നതിന് രേഖയാക്കാൻ പറ്റൂല, അനുവദനയാണെന്ന് വേണമെങ്കിൽ വെക്കാം, സുന്നത്താണ് എന്നതിന് രേഖയാക്കാൻ പറ്റൂല. എന്നിട്ട് പറയാം കടുത്ത പ്രയാസം, ബുദ്ധിമുട്ട്, പ്രയാസം, എടങ്ങേറ് അനുഭവിക്കുന്ന ജനങ്ങളല്ലേ അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്ന് ചോദിക്കുന്നത്. ആ സമയത്ത് ലൗലം യുജാബു, അവർക്ക് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ലൗതറബ ഈമാനുഹും, അവരുടെ ഈമാൻ തെറ്റിപ്പോകും. കമാ അന്ന സായിലീന ലഹു ഫിൽ ഹയാതി കാനൂ കദാലിക, ഫിൽ ഹയാതി, നബിന്റെ ഫിൽ ഹയാതി കേട്ടോ, നബിയുടെ ജീവിതകാലത്ത് നബിന്റെ അടുത്തേക്ക് പ്രയാസം അനുഭവിക്കുന്ന വ്യക്തി വന്നിട്ട് നബി തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമല്ലോ. അതുപോലെ തന്നെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ കബറിന്റെ അടുക്കൽ വന്ന് ആവലാതി പറഞ്ഞിട്ട് നബി അത് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ഈമാൻ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് അവർക്കെല്ലാം ഉത്തരം കൊടുക്കുന്നത് എന്ന് കൃത്യമായി പറയുന്നു. അപ്പോൾ ഇബാദത്ത് ഉദ്ദേശിക്കാതെ ഇലാഹാണെന്ന് കരുതാതെ ഹബീബ് തങ്ങളുടെ അടുക്കലേക്ക് പോയി സഹായം ചോദിച്ചാൽ ഉത്തരം ചെയ്യുമെന്ന് പഠിപ്പിച്ച ഇബ്നു തൈമിയ്യ, നിങ്ങളുടെ വീക്ഷണത്തിൽ ഇസ്ലാമിന്റെ ഉള്ളിലുണ്ടോ അല്ല പുറത്തുണ്ടോ? നിങ്ങൾ പറയണം, ഇസ്ലാമിന്റെ ഉള്ളിലുണ്ടോ ഇബ്നു തൈമിയ്യ, അല്ല ഇസ്ലാമിന്റെ പുറത്താണോ? ഇബ്നു തൈമിയ്യ ഈ പഠിപ്പിച്ചത് ഖുർആനിനെതിരാണോ അനുകൂലമാണോ? ഹദീസിനെതിരാണോ അനുകൂലമാണോ? അതോ ഇബ്നു തൈമിയ്യയും വിവരമില്ലാത്ത ആളാണോ? നേരത്തെ ഫഖ്റുർ റാസിയെ തള്ളിയതുപോലെ ഇബ്നു തൈമിയ്യയെ തള്ളാൻ നിങ്ങൾ ചങ്കുവെപ്പ് കാണിക്കുമോ? ചോദ്യം.